കവിത എന്താണ് ഈ നേരത്തെ ഇങ്ങോട്ട്? മാഷ് കവിത എന്താണ് ഈ നേരത്തെ? ഒരു സംശയം. എന്തിനാണ് ഒന്നാക്കുന്നത്? ഒരു 10-250 ഒന്നായിട്ട് ഇങ്ങോട്ട് ചോദിച്ചോളൂ. എനിക്കൊരു സംശയമുള്ളൂ. രാഗവിലോല എന്ന് വെച്ചാ എന്താ അർത്ഥം? എന്തോല? രാഗവിലോല. എന്തോല? രാഗവിലോല. കുട്ടിയോട് ആരാണിത് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ? ആ കള്ള നസ്രാണി മാഷായിരിക്കും. അയാളാണ് വേണ്ടാത്തവരെന്ന് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. കണക്കിൽ വല്ല സംശയം ഉണ്ട് എന്നോട് വന്ന് ചോദിച്ചോളൂ. കൂട്ടാനോ കഴിക്കാനോ ഹരിക്കാനോ വെറുക്കാനോ. എനിക്കൊരു സംശയമില്ല മാഷേ. അത് മാഷല്ലേ പഠിപ്പിക്കുന്നേ? അയ്യോ, ഞാനങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഇത് പിന്നെ കുട്ടിയോടുള്ള ഒരു താല്പര്യം. എനിക്കറിയാം മാഷേ, മാഷിന് എന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ട്. എങ്ങനെ കുട്ടിക്ക് അത് മനസ്സിലായി? ആ, അതൊക്കെ എനിക്ക് മനസ്സിലാവും മാഷേ. അങ്ങനെ പെട്ടെന്ന് ആരും എന്റെ ശ്രദ്ധപ്പെടാറില്ല. ഇത് പിന്നെ കുട്ടിന്റെ ഒരു ഭാഗ്യ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. മാഷ്ക്കറിയോ, കുറച്ച് ദിവസമായിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഒരേ ആളിന്റെ രൂപ മനസ്സിൽ. മാഷിന് ഏത് കളറാ ഇഷ്ടം? പച്ച. അയ്യോ, എനിക്കും പച്ചയാ ഇഷ്ടം. മാഷിന് പച്ച നന്നായി ചേരും. പച്ച നിറത്തിലുള്ള പാന്റ് ഷർട്ട് ഇട്ടാ മാഷിനെ കാണാൻ നല്ല രസായിരിക്കും. പിന്നെ ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇവിടെ ആരുമില്ലല്ലോ. പറയണമെന്നുണ്ട് മാഷേ, പക്ഷെ ഭയങ്കര നാണം വരുന്നു. നാണപ്പിരിക്കില്ലല്ലോ. പക്ഷെ നമ്മൾ ചില സമയത്ത് അതൊക്കെ മറക്കണം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷേ, ഞാൻ പറഞ്ഞ മാഷിനത് വല്ലാണ്ടാവില്ലല്ലോ? ഒരു വല്ലാണ്ടില്ല. എന്താ വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷിന് ഈ കഷണ്ടത്തിൽ മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട്. ഫറൂഖിൽ വീണ്ടും പുലിശല്യം. ബോംബുകൾ പൊട്ടാൻ ഇടയുണ്ട്. ഒന്ന് പതുക്കെ വായിക്കണ്ടേ മാഷേ? അതല്ലാന്ന്, ഇതിങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കുന്നാണ് ഞാൻ നോക്കണേ. ഇത് അവസാനം കല്ലായി പാലത്തിന്റെ മോളിൽ നിന്ന് താഴെ വീണ് പൊട്ടും. അന്ന് തന്റെ കഥ അവസാനിക്കും. മമ്മൂട്ടി മാഷ് അവിടെ അല്ല, എവിടെയാണ്? എന്തേ? ഒരു പാർസൽ ഉണ്ട്. ഒന്ന് തുറക്കും മാഷേ. ഇതിപ്പോ തുറന്നിട്ട് നിങ്ങൾക്ക് കാണാനുള്ള കോപ്പൊന്നും ഇതിലില്ല. എന്നാലും തുറക്കും മാഷേ, ഞങ്ങളൊന്ന് കാണട്ടെ. മാഷേ, ഇത് ദുബായിൽ നിന്റെ ഒരു അളിയൻ അയച്ചതാണ്. പേഴ്സണലാണ്. എന്നാ പിന്നെ വീട്ടിൽ ചെന്നിട്ട് തുറന്നാ മതി. ഇവിടെ വെച്ച് തുറക്കണ്ട, വല്ല ചെറിയ ബോംബായിരിക്കുന്നേ. ചുവന്നത് എന്നാൽ ഇത്രയും ബോർമാരുണ്ടാവോ? ചെറുപ്പക്കാരൻ എങ്ങനെയും സഹിക്കാം. അതെ, ഈ കിഴവന്മാരുടെ റൊമാൻസ് കാണുമ്പോഴാ. ട്യൂഷന് വരുമ്പോഴാ രസം. ഓരോന്ന് പറയും ഗോഷ്ടി കാണിക്കുകയും ചെയ്യുന്നുണ്ടോ നേരം പോണത് അറിയില്ല. താനിതത്ര തമാശയെ കണക്കാക്കണ്ടോ? സത്യത്തിൽ പാവങ്ങളാ. മനഃപൂർവ്വം കുരങ്ങളിപ്പിക്കാന്നറിയാമെങ്കിലും ആലോചിക്കുമ്പോ പാവം തോന്നും. ദേ, ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. ഇപ്പൊ എന്താ കണ്ടിരിക്കണേ? എനിക്കൊരു പുതിയ ഐഡിയ. അതെന്താ? പറയാം. എന്റെ മാഷേ, അങ്ങനെ ഞാൻ വിളിച്ചോട്ടെ? അങ്ങ് എന്റേത് മാത്രമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടാ അങ്ങനെ വിളിക്കുന്നേ. മാഷോടുള്ള എൻ്റെ സ്നേഹത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നും നേരിട്ട് പറയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനൊരു കത്തെഴുതിയേ. എന്റെ കത്ത് മാഷിനൊരു അധികപ്പറ്റാവോ? ഏയ്, ഒരിക്കലും അധികപ്പറ്റാവില്ല കുട്ടി. ഞാൻ എത്ര നാളായിട്ട് കൊതിക്കണോ കുട്ടിയുടെ ഒരു പ്രേമലേഖനം വായിക്കാൻ. അതെ, ഞാൻ എന്താ വിളിക്കണ്ടേ? മാഷേന്ന് വിളിക്കണോ, ഏട്ടാന്ന് വിളിക്കണോ? മാഷേന്ന് തന്നെ വിളിക്കല്ലേ? അതൊന്നും വിളിക്കണ്ട, കൊച്ചു കള്ളാന്ന് വിളിച്ചാ മതി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അയ്യപ്പങ്കാവിനടുത്തുള്ള കുന്നുംപുറത്ത് വരുമോ? എന്റെ ഈശോയെ. വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആ വേഷം തന്നെ ധരിക്കാൻ മറക്കരുതേ. മറക്കില്ല, മറക്കില്ല കാന്താരി. ആ വേഷത്തിൽ മാഷ കാണാൻ എന്ത് രസമായിരിക്കും അറിയോ? വരുമ്പോ ആരും കാണരുത്. മാഷ വരാണ്ടിരിക്കരുത്, ഞാൻ കാത്തിരിക്കും. പിന്നെ മറ്റേ മാഷ്മാർ രണ്ടുപേരും ഈ വിവരം അറിയരുത്. മഹാബോറന്മാരാ. സ്നേഹപൂർവ്വം മാഷ്ട കവിത. ഇതിനെന്തിനാണ് കത്ത്? പറഞ്ഞാ പോരെ? ഞാൻ വരും മോളെ.
ഇതെല്ലാം പച്ചയല്ലേ? ഇനിയിപ്പോ ഏത് പച്ചയാ വേണ്ടേ? സംഗതി ഇതെല്ലാം പച്ച തന്നെയാണ്. പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സൈസ് പച്ച തന്നെയാന്ന് നോക്കണേ. ഇതാ ആ മോളിലെ പച്ചടിക്ക് അതിന് വില കൂടുതലാ. വില പ്രശ്നമല്ലാന്ന് നിങ്ങൾ സാധനം എടുക്കി. എന്നാൽ ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന സാധനം. ഒരു കാര്യം ചെയ്യ്, പാന്റിനും ഷർട്ടിനും തന്നെ കുടിച്ചോളി. താൻ എന്തോടോ ഇങ്ങനെ കിടന്ന് ചിരിക്കണേ? തന്റെ സ്വന്തക്കാരെങ്കിലും മരിക്കാൻ കിടക്കണ്ടോ? അല്ല, ഈ ചുവന്ന ഷർട്ടിന്റെ കൂടെ ആരെങ്കിലും ചുവന്ന പാന്റ് ഇടോ മാഷേ? ഞാനിടും. ഓ, മാഷ് നാടകത്തിൽ അഭിനയിക്കാനായിരിക്കും. നാടകത്തിൽ അഭിനയിക്കണോ സിനിമയിൽ അഭിനയിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. തനിക്കിതൊന്നും തയ്ച്ചു തരാൻ പറ്റുമോ? ഞാൻ തയ്ച്ചു തരാം. പക്ഷേ മാഷ് ഒരു അധ്യാപകനാണല്ലോ എന്ന് കരുതിയാ? അധ്യാപകന്മാർക്ക് ഇന്നത് ഇടാവൂന്ന് നിയമമൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ ചോപ്പിടാം, വെള്ളയിടാം, പച്ചയിടാം. കൂടെയുള്ള അധ്യാപകർ മരിക്കുകയാണെങ്കിൽ കറുപ്പിടാം. അല്ല, ഞാൻ എന്റെ ചെറിയൊരു അറിവ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. താൻ കേവലം ചെറിയൊരു ടൈലറാ. ഞാനൊരു അധ്യാപകനും അറിവ് പകർന്നു കൊടുക്കുന്ന ആള്. വലിയ വാചകം ഒന്നും അടിക്കണ്ട. ഈ പാന്റ് ഷർട്ടും കൂടെ തയ്ച്ചു തന്നാ മതി. താൻ എന്തുകൊണ്ട് അളവ് എടുക്കണേ? കത്തിരിക്ക വെട്ടോത്തി എടുത്ത് എടുക്ക്. താൻ ഉമ്മ വയ്ക്കാൻ പോവാ? മാഷല്ലേ? അല്ല ടീച്ചർ, മനുഷ്യൻ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴാണ് ഈ പുറകുന്നുള്ള വിളി. പയ്യൻ മലയാളിയാണെങ്കിലും വളർന്നതും IAS പഠിച്ചതൊക്കെ അങ്ങ് പഞ്ചാബിലാ. ഒരു മാസമായിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് മാറ്റം കിട്ടിയിട്ട്. പഞ്ചാബിലോ? വല്ല ഭീകരണ മറ്റോ ആയിരിക്കും എന്റെ ഭഗവാനെ. കുട്ടിയെക്കുറിച്ചും തറവാടിനെ കുറിച്ചും അച്ഛന്റെ പ്രതാപത്തെക്കുറിച്ചും ഒക്കെ ശരിക്ക് കാച്ചിട്ടുണ്ട്. അല്ല, പഠിത്തൊരു പ്രശ്നമാവോ? പ്രശ്നമാവോന്ന് ചോദിച്ചാ പ്രശ്നം തന്നെയാ. പക്ഷെ ഞാനല്ലേ ഏറ്റെടുത്തത്. അക്കാര്യം ഒന്നും പേടിക്കണ്ട. തള്ളക്കും തന്തയ്ക്കും നോട്ടം പഠിത്തത്തിലല്ല, ജോർജ് കുട്ടിയില്ല. അതാരാ ജോർജ് കുട്ടി? ചിലപ്പോ ഡ്രൈവർ ആയിരിക്കും. ജോർജ് കുട്ടി എന്ന് പറഞ്ഞാലേ പണം. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഉറപ്പിച്ച പോലെ വരുന്ന ദിവസം വിളിച്ചറിയിക്കാം. പുതിയ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ഓ അറിയാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആവട്ടെ. കവിതേ, എന്തിനാ കുട്ടി കരയണേ? കാര്യം എന്താണെന്ന് പറയൂ. അച്ഛൻ എനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുന്നു. എനിക്ക് ഈ വിവാഹം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അതിനെന്തിനാ കരയണേ? ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. അതൊന്നും കുട്ടി അത്ര കാര്യമാക്കണ്ട. ഞങ്ങൾ അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാം. വേണ്ടെന്ന് വെക്കാൻ എളുപ്പം കഴിയും. കുട്ടി ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. മാഷിക്കാര്യത്തിൽ എന്നെ സഹായിക്കണം. എന്നാലും അങ്ങനെയല്ലല്ലോ. കുട്ടിയുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. താൻ ഇത്ര സില്ലിയായാലോ? ഒന്ന് കരയാതിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. എന്താ കുറുപ്പേ, ഇനിയും കാണുന്നില്ലല്ലോ? പിള്ളച്ചേട്ടൻ വിഷമിക്കാതിരി. പയ്യൻ ആപ്പയൊപ്പ കേസൊന്നുമല്ലല്ലോ, IAS-കാരനല്ലേ. പഞ്ചാബിന്ന് വിമാനത്തിലല്ലേ വരുന്നത്? പറന്ന് പറന്ന് വരികയല്ലേ. ചിറക് മുറിഞ്ഞ പോലെ ഹിമാലയത്തിലും വീണ് കാണും. അതാ കാണാത്തത്. അമ്മാവനിക്ക് ടെൻഷൻ ആവണ്ട, ഫ്ലൈറ്റ് ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും.
പയ്യനെ ഏസുകാരനല്ലേ, സ്വന്തമായിട്ടൊരു പ്ലെയിൻ മേടിച്ച് വന്നൂടെ? ആ പിന്നൊരു കാര്യം, പയ്യൻ ഭയങ്കര തിരക്കുള്ള ആളാ, കളക്ടറാ. ഇപ്പൊ തന്നെ പിള്ളച്ചേട്ടന്റെ വീട്ടിൽ വന്ന് പെണ്ണ് കാണാൻ സമയം കിട്ടാത്തത് കൊണ്ടാണല്ലോ അളിയന്റെ വീട്ടിൽ വെച്ചത്. അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കേണ്ടത് അവിടെ വെച്ചല്ലേ? അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അവിടെ തന്നെ അല്ലേ? ഇതും സ്വന്തം വീട് പോലല്ലേ അളിയാ? അതൊക്കെ ശരി, ആളിവിടെ എത്തണ്ടേ? എന്റെ സംശയം വഴി തെറ്റി ഇനി വേറെ വല്ലയിടത്തും പോയി കാണുമെന്ന. വരാൻ വൈകിയപ്പോ ഞങ്ങൾ വിഷമിച്ചു. മിനിസ്റ്ററെ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു, അദ്ദേഹം വിട്ടില്ല, അവിടെ പിടിച്ചിരുത്തി. എന്ത് ചെയ്യാൻ? സാരമില്ല, ചില സ്ഥലങ്ങളിൽ കുടുങ്ങിയാൽ മണിക്കൂറുകൾ തന്നെ വൈകും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ മുന്നിൽ. അതെ. വരൂ, വരൂ. വരൂ, അകത്തേക്ക് ഇരിക്കാം. അതെ, വരൂ. ഇവിടെ ഇരിക്കും. ഇരിക്കൂ. അവിടെ ഇരിക്കാമല്ലോ. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പഞ്ചാബിലേക്ക് പോകേണ്ടി വരും. അവിടെ തീവ്രവാദികളുമായിട്ട് ഒരു കൊളീഷൻ ഉണ്ട്. ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പെട്ടെന്നാകട്ടെ. അത് ഭരതൻപിള്ള, നമസ്കാരം. ഇത് കുട്ടിയുടെ അമ്മാവൻ രാമകൃഷ്ണക്കുറുപ്പ്. ഹലോ. ഞാൻ കസ്റ്റംസിലായിരുന്നു. അയ്യോ. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ജുവലറി നടത്തുന്നു. ഇത് കുറുപ്പ് സാറിന്റെ മകനാ ശ്രീകുമാർ, ഗൾഫിലാ. ഇതെന്റെ ചെറിയമ്മാവൻ, റവന്യൂ വകുപ്പിലാണ്. അതെന്റെ കൊച്ചച്ഛൻ, എക്സൈസ് കമ്മീഷണറാണ് ബോംബെയിൽ. കൂടെ ഉള്ളവരെല്ലാരും ബന്ധുക്കളാണ്, എല്ലാവരും കളക്ടർമാരുമാണ്. ഞാനിവിടുത്തെ കാര്യസ്ഥൻ രാവുണ്ണി. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വേലക്കാരനാണത്. കഷ്ടം. സത്യം പറഞ്ഞാൽ ഇത്രയും ചേർച്ചയുള്ള ഒരു ജാതകം അടുത്ത കാലത്തും കണ്ടിട്ടില്ലെന്നാണ് നമ്മുടെ ഭാസ്കര പണിക്കർ പറഞ്ഞത്. ഇവിടെ പഞ്ചാബിനേക്കാൾ ഭയങ്കര ചൂടാണ്. ആദ്യം തണുത്ത എന്തെങ്കിലും കുടിക്കാം, എന്നിട്ട് മതി ഡിസ്കഷൻ. എന്താ? ഓ ഓ, രാവണി കുടിക്കാൻ കൊണ്ടുവരാൻ പറയൂ. ബൈ ദ വേ, ശ്രീ ഗൾഫിൽ എവിടെയായിരുന്നു? കുവൈറ്റിലായിരുന്നു. എന്നാ മടക്കം? 3 മാസം ലീവ് ഉണ്ട്. അവിടെ ഒരു ഹുസൈനെ അറിയാമോ? ഏത് ഹുസൈൻ? സദ്ദാം ഹുസൈൻ. അല്ല, കോതഞ്ചേരി ഹുസൈൻ. ബാങ്ക് ഓഫ് കുവൈറ്റിലാണ് ജോലി. എണ്ണ കമ്പനിയിലല്ലേ? അല്ല. അല്ല, എനിക്കറിയില്ല. ചെല്ലുമോളെ, മോളിത് കൊണ്ട് കൊടുക്ക്. എനിക്ക് വയ്യ. അയ്യേ, ഇവരുടെ ഒരു നാണം. വീട്ടിൽ ആരെങ്കിലും വന്നാ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അയ്യോ, എനിക്ക് കല്യാണം വേണ്ടെന്ന്. അയ്യോ, അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാ ഇത്രയും നല്ലൊരു ആലോചന ഉണ്ടാക്കിയത്. കുഞ്ഞു ചെല്ല്. ഞാനായിരുന്നെങ്കിൽ ഓടി ചെല്ലുമായിരുന്നു. ഇപ്പൊ വേണ്ട, സമയാവുമ്പോ പറയാം. മോളെ, കവിതേ. അയ്യോ, അച്ഛൻ വിളിക്കുന്നു. മോളി ചെല്ല്, ഞാനും കൂടെ വരാം. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. തലയെ വെച്ചാ ഉറുമ്പായിരിക്കും, താഴെ വെച്ചാ പേനായിരിക്കും. അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. എടുത്തു കൊടുക്കും മോളെ. No please, I will take. എന്താ പേര്? കവിതാ ഭരതൻ. ഏത് കോളേജിലാ പഠിക്കുന്നത്? കള്ളങ്കോട് ട്യൂട്ടോറിയൽ കോളേജിലാ. 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റു. അല്ല, ഇത്തവണ ജയിക്കും, ഇല്ലെങ്കിൽ ജയിപ്പിക്കും. അതിരിക്കെ അവര് തമ്മിൽ സംസാരിക്കട്ടെ. സാറ് ചെല്ല്. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. അതിനെന്താ? ഓഫ് കോഴ്സ്, താങ്ക് യു. അതെല്ലാവർക്കും കൊടുക്കണോ? കവിത, നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് പഞ്ചാബി വന്നിട്ടുണ്ടോ? പഞ്ചാബി വരണ്ട. അത് പോട്ടെ, പാടാനറിയോ? ഡാൻസ് അറിയാമോ? കുറച്ചൊക്കെ അറിയാം. പിക്കുണ്ടല്ലേ? നല്ല വിക്കുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ വിക്ക് ഒരു പ്രശ്നമേ അല്ല, ഒരു ഫിലോസഫി. കാക്കയ്ക്ക് കറുപ്പഴകാണെന്ന് പറയുന്ന പോലാണ് കുട്ടിക്ക് വിക്ക്. ഓഫ് കോഴ്സ്
പെർഫെക്റ്റ് ആയ ആരെയും ഞാൻ ഇഷ്ടപ്പെടാറില്ല. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എല്ലാം ഈശ്വര നിശ്ചയം. അതാണ് പ്രഫുല്ലകുമാർ IAS പഞ്ചാബ് കളക്ടർ. ജനിച്ചതും വളർന്നതും കേരളത്തിലാണെങ്കിലും ഞാൻ IAS എടുത്തത് ഡെറാഡൂണിലാണ്. മാരേജ് കഴിഞ്ഞാൽ എവിടെ താമസിക്കാനാണ് ഇഷ്ടം? പഞ്ചാബ്, ഇറാഖ്, നിക്കാരഗ്വ, വിയറ്റ്നാം, ശ്രീലങ്ക, ഇവിടൊക്കെ പോരെ? ഞാനൊരു തമാശ പറഞ്ഞാണ്. എന്താ കളക്ടർക്ക് തമാശ പറഞ്ഞൂടെ? മിക്കയാണെങ്കിലും നല്ല നർമ്മബോധമുണ്ട്. ബൈ ദി ബൈ, എന്നെ ഇഷ്ടപ്പെട്ടോ? മൗനം സമ്മത ലക്ഷണമെന്നാണല്ലോ. സൈലൻസ് ഈസ് പ്ലീസ്. എന്തത് കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകണ്ടല്ല. പക്ഷേ അമ്മാവനൊരു അറ്റാക്ക് കഴിഞ്ഞാണെന്നുള്ള കാര്യം നീ ഓർക്കണം. ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്, അത് നീ നശിപ്പിക്കരുത്. ഇവൾക്ക് ഇപ്പൊ ഒരു വിവാഹം വേണ്ടെന്നാ പറയുന്നത്. അത് ഇവളാണോ തീരുമാനിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനൊരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. എന്നാലും ഇവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ മാവ? അച്ഛനും ഞാൻ അത്രയ്ക്ക് ശല്യമായോ? മോളെ, അച്ഛൻ ഈ പാടുപെടുന്നതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. മോൾ അച്ഛൻ പറയുന്നത് കേൾക്ക്. അമ്മയില്ലാത്ത വിഷമം ഇവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുമില്ല. കുഞ്ഞുലക്ഷ്മി മരിച്ചപ്പോ വേറൊരു വിവാഹത്തിന് പലരും എന്നെ നിർബന്ധിച്ചിട്ടുള്ളതാണ്. എനിക്കിത് തന്നെ കിട്ടണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കുന്ന എനിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്നാ അങ്ങനെ എനിക്ക് ഇതുണ്ടെന്ന് ആദ്യം എനിക്ക് തുറന്ന് പറഞ്ഞൂടെ? ഞാൻ ഈ പൈസ ഇല്ലാത്തവർക്ക് പലിശക്ക് മേടിച്ചിട്ടാണ് അന്നാ പച്ചക്കുപ്പായൊക്കെ വാങ്ങിയിട്ടേ. എനിക്ക് പൊന്നെടുത്ത ഭ്രാന്തുണ്ടായിട്ടല്ല. ഇന്ന് അന്ന് വേണ്ടി 2-3 എനിക്ക് നിലവിലുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വേണമെന്ന് കണ്ടപ്പോ ഇല്ല മാസ്റ്ററെ. ഒന്ന് നിർത്തടോ ഈ വള വള വള. ആ കുട്ടി പറഞ്ഞു കേട്ടില്ല താൻ? ഇത്രയും സീരിയസ് ആവുമെന്ന് കരുതിയില്ല. പോട്ടെ, കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറക്കുക. തെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഏതായാലും കുട്ടി വിഷമിക്കണ്ട. പെണ്ണിന് ഇഷ്ടമില്ലാത്തൊരു കല്യാണം ഈ കാലത്ത് നടക്കില്ല. പൊക്കോളൂ. മനസമാധാനത്തോടുകൂടി കുട്ടി പോയിക്കോ. എന്താ മാർഗം ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ആലോചിക്കട്ടെ. ചെല്ലേ. കല്യാണക്കാരും വരുമ്പോ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെയാ. കരച്ചിലും പിഴിച്ചലും വിഷമവും ഒക്കെ ഉണ്ടാവും. എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്ത് വന്നാലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ എപ്പോഴാണാവോ? ദേ, ഇതൊരു നല്ല ആലോചനയല്ലേ മോളെ? അതങ്ങ് സമ്മതിച്ചേക്ക്. അച്ഛന്റെ എത്ര കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണിത്. എത്ര ശ്രമിച്ചിട്ടാ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചത്? എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ ശ്രമിച്ചത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയില്ലേ? ആ തമ്പുരാനെയും കാത്തിരുന്നാലേ മൂത്ത് മൂത്ത് നരയ്ക്കും. നീ ഇനിയെങ്കിലും കുറച്ച് പ്രാക്ടിക്കൽ ആവാൻ നോക്ക്. ഇനിയിപ്പോ എന്താ ഒരു പോംവഴി? ഇനി അങ്ങനെ ഒഴിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. IAS തട്ടിക്കളാം. അയ്യോ, തട്ടുക അതൊന്നും വേണ്ട. വേണ്ട എന്നാ ഭരതം പിള്ളയെ തട്ടിയാലോ? അത് വേണ്ട. എന്നാ IAS തന്റെ തട്ടാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കൊടുക്കരുത് ആയിരുന്നു ആവശ്യം. അല്ല, ഈ തട്ടലും മുട്ടലും അല്ലാതെ ഈ കല്യാണം മുടക്കാൻ വേറൊരു വഴിയുമില്ലേ? എനിക്കൊരു ഉഗ്രൻ ഐഡിയ. നമുക്ക് കല്യാണ പന്തലിൽ ഒരു പടക്കം പൊട്ടിച്ചാലോ? പന്നി പടക്ക അല്ല, സാധാരണ ഓലപ്പടക്കം. അയാളുടെ മോന്തയ്ക്ക് ഒന്ന് കൊടുത്തിടൂ. ദേ പറ്റേ, ആളിവിടെ സീരിയസ് ആയിട്ട് ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ തന്റെ ഒരു മണ്ടത്തരം പറയല്. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. എന്താ ഒന്ന് പറയണോ? കുട്ടിയുടെ പേരെന്താ? കവിത. കവിതയെ തട്ടിക്കളഞ്ഞാലോ? ഇതെന്തിനാ അങ്ങോട്ട് കൊടുത്തു? അവർ ഈ തട്ടണ വർത്താൻ തന്നെ ഉള്ളു. ആളെന്താ ഫുട്ബോളാ? അതൊന്നല്ല, തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കാം. ശരി, സമ്മതിച്ചു. പക്ഷെ ആര് തട്ടിക്കൊണ്ട് വരും? അതിന് പറ്റിയ പാർട്ടി എന്റെ കയ്യിലുണ്ട്.